വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോയൽ എൻഫീൽഡ് ഇറക്കിയ ഏറ്റവും പുതിയ വണ്ടിയായ റോയൽ എൻഫീൽഡ് 100 ആണ്. റോയൽ എൻഫീൽഡ് ഇറക്കിയത് വെച്ച് കിടിലം ഒരു വണ്ടി തന്നെ വേണേൽ പറയാം. നമുക്ക് നമ്മളിൽ പലരും കാണും വളരെ സൈസ് കുറഞ്ഞ് എന്നാൽ റോയൽ എൻഫീൽഡ് എടുക്കണമെന്ന് ആഗ്രഹമുള്ള കുറേ പേര് കാണും. അവർക്കൊക്കെ ആയിട്ട് റോയൽ എൻഫീൽഡ് ഇറക്കിയിട്ടുള്ളൊരു വണ്ടിയാണിത്, നമ്മുടെ റോയൽ എൻഫീൽഡ് 100 350. വണ്ടി ഒറ്റനോട്ടത്തിൽ തന്നെ നമ്മളുടെ ട്രയംഫിൻ്റെ സ്ട്രീറ്റ് വിൻ എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്. ആ വണ്ടിയുടെ ഏകദേശം സാമ്യം വെക്കേണ്ട ഏകദേശം നല്ലൊരു സ്ട്രീറ്റ് ലുക്കിൽ തന്നെയാണ് വണ്ടി ഇറക്കിയിട്ടുള്ളത്. ഇതിന് 2 വേരിയൻ്റാണ് കമ്പനി ഇറക്കിയിട്ടുള്ളത്, റെട്രോയും മെട്രോയും എന്ന് പറയുന്ന 2 വേരിയൻറ്റ്. റെട്രോയാണ് സ്റ്റാർട്ടിങ്, മെട്രോയാണ് നമ്മുടെ കൂടെ ഈ ഇരിക്കുന്ന ഈ വണ്ടി. അപ്പം അതിൻ്റെ തന്നെ ഒരു 8ഓളം കളർ വേരിയൻസ് ഉണ്ട്. ആ കളർ വേരിയൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ റെട്രോയും മെട്രോയുമായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ ഞാൻ ഓടിച്ചിട്ടൊന്ന് പറയാം. റെട്രോയ്ക്ക് സ്പോക്ക് വീൽസ് ആണ് വരുന്നത്, വിത്ത് സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. നമ്മുടെ മെട്രോയ്ക്ക് അലോയ് വീൽസും ഡ്യുവൽ ചാനൽ ABS കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിലോട്ട് കയറി ഇരുന്ന് നോക്കാം. നമുക്ക് വണ്ടിയിലോട്ട് കയറി ഇരുന്ന് തന്നെ ആദ്യം തുടങ്ങാം. വണ്ടിയിലോട്ട് കയറിയിരിക്കുമ്പോഴാണ് വണ്ടിയുടെ ഒരു മാരകമായ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാൻഡി ആയിട്ടുള്ളൊരു വണ്ടിയാണ്, കയ്യിൽ ഒതുങ്ങി നിൽക്കും. എനിക്ക് പിന്നെ ഈ ടാങ്കിൻ്റെ ഈ ഒരു ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സീറ്റിംഗ് പോസ്റ്ററിലാണല്ലോ എല്ലാം ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ സീറ്റ് കാണുമ്പോൾ വിചാരിക്കും സീറ്റ് ഹൈറ്റ് കുറവാണെന്ന്, പക്ഷേ അല്ല, ഏകദേശം ക്ലാസിക്കിനോട് സെയിം ആയിട്ടുള്ള സീറ്റ് ഹൈറ്റ് തന്നെ ഉണ്ട്. കംപ്ലീറ്റ്ലി പ്ലാന്റഡ് ഫുഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഹാൻഡിൽ ബാർ പൊസിഷനിലോട്ട് നോക്കുവാണെങ്കിൽ ഇതാണ് എൻ്റെ അപ്രൈറ്റ്, കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ടൊരു ശക്കലം സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈനാണ്. ഹാൻഡിൽ ബാർ ക്ലസ്റ്റേഴ്സിലോട്ട് നോക്കുന്ന ടൈമിൽ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ നമ്മളുടെ മീറ്റിയോറിലും നമ്മുടെ പുതിയ ക്ലാസിക്കിലും കണ്ടുവരുന്ന സെയിം ഹാൻഡിൽ ബാർ ക്ലസ്റ്ററാണ്. ബാക്കിൽ ഒരു ഐ ബട്ടൺ ഒക്കെ ഉണ്ട്, അതായത് നമ്മുടെ മീറ്റർ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള. റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോഴും അതേപോലെ തന്നെ ഇത് കിൽ സ്വിച്ചാണ്, ഒരു ഇൻറ്റഗ്രേറ്റഡ് കിൽ സ്വിച്ചും അതിൻ്റെ തൊട്ട് താഴെ ഒരു കോഷൻ ലാമ്പിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. മിറേഴ്സ് ഒക്കെ അത്യാവശ്യം സ്ലീക്ക് ആയിട്ടുള്ള അടിപൊളി മിറേഴ്സാണ്. നമ്മുടെ മീറ്ററിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ സ്ക്രാം 411 കണ്ടുകൊണ്ടിരുന്ന സെയിം മീറ്റർ ബ്ലാക്ക് ഔട്ട് ഫിനിഷ് ഒക്കെ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സീറ്റ്സിൻ്റെ കുഷ്യൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ഒരു കുഷ്യനാണ്. ഈ സീറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഇതിൻ്റെ ഷേപ്പ് ഈ നമ്മുടെ റൈഡർ സീറ്റിൻ്റെ അവിടെ കുറച്ച് കുഴിഞ്ഞിട്ടും പിലിയൻ സീറ്റ് ഇച്ചിരി പൊങ്ങിയത്. പിന്നെ ഗ്രാബ് റെയിലിൻ്റെ ഭാഗത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിലാണ്. അതായത് നമ്മുടെ പിലിയനെ ഒട്ടും ഇൻ്റർഫിയർ ചെയ്യാത്തൊരു ഗ്രാബ് റെയിൽ തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡ് ഇറക്കിയതിൽ ആദ്യമായിട്ട് അവരൊരു കസ്റ്റം ടെയിൽ ടൈഡ് ഈ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് റെട്രോയിലും മെട്രോയിലുമായിട്ട് വ്യത്യാസമുണ്ട്. അതായത് ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ കസ്റ്റം ടെയിൽ ടൈഡ് ചെയ്യുന്നുണ്ട്. അത് വണ്ടി ലോഞ്ച് ആയതിനു ശേഷം നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ വെബ്സൈറ്റിലോ നിങ്ങളുടെ അടുത്തുള്ള ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടും. ചേസിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെമ്പോഴാണ് ഒരു വ്യത്യാസം വരുന്നത്. അതായത് ഡബിൾ ഡൗൺ ട്യൂബ് ചേസ് എന്നാണ് ഈ ചേസിൻ്റെ പേര്. ഈ ക്ലാസിക്കിൽ കണ്ടുവരുന്ന സെയിം J സീരീസ് എഞ്ചിൻ തന്നെ ആണെങ്കിൽ പോലും അവർ ചേസിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് ചേസസ് നമ്മൾ അവിടെ വരെ നോക്കുമ്പോൾ കാണാം ഈ ഒരു ഡൗൺ ട്യൂബ് 2 എണ്ണമാണ് വന്നിരിക്കുന്നത്. അതായത് ഡബിൾ ഡൗൺ ട്യൂബ് ഫ്രെയിം എന്നാണ് ഈ ചേസിനെ റോയൽ എൻഫീൽഡ് വിളിക്കുന്നത്. നമ്മളുടെ ക്ലാസിക്കിലും മീറ്റോറിലും കണ്ടുവന്നിട്ടിരുന്ന സെയിം J സീരീസ് എഞ്ചിനാണെങ്കിൽ പോലും അവരൊരു ഡിഫറൻറ്റ് ട്യൂണാണ് വണ്ടി കൊടുത്തേക്കുന്നത്. അതായത് നമ്മുടെ ക്ലാസിക്കോ മീറ്റോറോ ഓടിക്കുന്ന പോലെ അല്ല 100 ഓടിക്കുന്നതെന്നാണ് നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫുഡ് പെഗിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ റിയർ സെറ്റാണ് ഫുഡ് പെഗ്. അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് ബാക്കിലോട്ടാണ് ഫുഡ് പെഗ് ഇരിക്കുന്നത്. അത് ഇവിടുന്ന് ഒരു എക്സ്റ്റൻഷൻ ഒക്കെ ഇട്ടിട്ടാണ് അത് ബാക്കിലോട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റിയർ സെറ്റ് വരുമ്പോൾ സമയത്ത് നമുക്ക് അത്യാവശ്യം ഓഫ് റോഡൊക്കെ അടിക്കാൻ ഈ വണ്ടി അടിപൊളിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ മെയിൻ കാര്യം വണ്ടിയുടെ എക്സോസ്റ്റ് ഭയങ്കരമായിട്ട് ഈ വണ്ടിയുമായിട്ട് തന്നെ സ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എക്സോസ്റ്റാണ് ഇവിടെ കാണാനുള്ളത്. അടിപൊളി എക്സോസ്റ്റ് എന്ന് തന്നെ ഇവിടെ പറയാം. നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി വണ്ടിയുടെ എക്സോസ്റ്റ് ഉണ്ടെന്നേക്കാം. അപ്പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഇൻ്റർഫിയറൻസ് ഉണ്ടാവും. ഈ എൻജിൻ ഇത്രയും അടിപൊളി ഒരു എക്സോസ്റ്റിനോട്ട് പ്രൊവൈഡ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അത്യാവശ്യം നല്ല റാസ്പി ആയിട്ടുള്ളൊരു സൗണ്ടാണ്. ഒരു മുരൾച്ചയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു മുരൾച്ചയെല്ലാം നമുക്ക് ഈ വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളി ഡിസൈൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും മറ്റേ നമ്മുടെ എൻ്റെ CB 350യുടെ വീഡിയോയ്ക്കകത്തൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ റോയൽ എൻഫീൽഡ് ഹേറ്ററാണെന്നുള്ളവരും. അല്ല, ഒരിക്കലുമല്ല. ഈ വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗോ ഫോർ ഇറ്റ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മേടിക്കാം. ഭയങ്കര ബിഗിനർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഞാൻ ആ മെയിൻ കാര്യം പറയാൻ പറ്റും, വണ്ടി ഭയങ്കര ബിഗിനർ ഓറിയൻറ്റഡ് ആണ്. അത്യാവശ്യം വെയിറ്റിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ വെറും 177 kg മാത്രമാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് വണ്ടി ഉരുട്ടിക്കൊണ്ട് പോകാനോ അല്ലെങ്കിൽ ഒരു പാർക്കിങ്ങിൽ നിന്നൊക്കെ വണ്ടി കയറ്റാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. നമ്മൾ പലർക്കും ഈ റോയൽ എൻഫീൽഡ് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ സൈസൊക്കെ ഭയങ്കരമായിട്ട് മാറ്റർ ആവുന്ന ആൾക്കാർക്ക് ഈ ഒരു വണ്ടി ഈസ് ദ പെർഫെക്റ്റ് ചോയ്സ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വണ്ടി. ഞാനപ്പം നമ്മുടെ കായംകുളം മാവലിക്കര ഏരിയയിലൊക്കെ ഉള്ളവർക്ക് വണ്ടി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ കായംകുളം റോവേഴ്സ് ഷോറൂമിൽ നിന്നാണ്. അപ്പം അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവരെ കോൺടാക്ട് ചെയ്തിട്ട് വണ്ടിയുടെ ഡീറ്റെയിലും കാര്യമൊക്കെ ചോദിച്ചാൽ മതി. വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. ഈ വണ്ടിയിൽ വരുന്ന ആക്സസറീസിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. എഞ്ചിൻ ഗാർഡ് വരുന്നുണ്ട്, അതായത് നമ്മുടെ ക്രാഷ് ഗാർഡ്, കോമ്പാക്ട് എഞ്ചിൻ ഗാർഡ് എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ഒരു സം ഗാർഡ് വരുന്നുണ്ട്, അതായത് നമ്മുടെ ഈ അടിയിൽ വരുന്ന ഈ ഒരു ഐറ്റം, ആ ഒരു ഐറ്റവും വരുന്നുണ്ട്. പിന്നെ അതേപോലെ വരുന്നതാണ് കസ്റ്റം സീറ്റ്, ബ്ലാക്ക് സിഗ്നേച്ചർ ബെഞ്ച് സീറ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ റോയൽ എൻഫീൽഡ് അതിൻ്റെ സൈറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ റോയൽ എൻഫീൽഡ് നിയറസ്റ്റ് ഷോറൂംസിലൊക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ ഈ കസ്റ്റം ടെയിൽ ടൈഡ്
ടി വരുന്നുണ്ട്. അത് വണ്ടി ലോഞ്ചായിട്ട് കുറച്ചായിട്ടല്ലേ ഉള്ളൂ. അപ്പം ഉടനെ തന്നെ ഒരു കസ്റ്റം ടെയിൽ ടിയും വരും. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്സസറി എന്ന് പറഞ്ഞാൽ ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ പേജിൽ കണ്ടാണ്. അപ്പം ഇതിന് ഫ്രണ്ടിൽ ചെറിയൊരു ടിൻറ്റഡ് വൈസർ വരുന്നുണ്ട്. ആ ഒരു വൈസർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ഒരു വൈസറോട് വരുമ്പോൾ ഭയങ്കര ഒരു അടിപൊളി ലുക്കുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഇട്ട് വരുന്നുണ്ട്. അതിൻ്റെ പേര് ബ്ലാക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ്. പിന്നെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ബാറിൻ്റെ മിറേഴ്സുമാണ് ഇതിന് വേണ്ട മെയിനായിട്ടുള്ള ആക്സസറീസ്. അവർ പിന്നെയും കുറേ ആക്സസറീസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് തോന്നുന്നു. കൊള്ളാം, എന്തായാലും അടിപൊളിയായിട്ട് തന്നെ അവർ ഈ വണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനൊരു റോയൽ എൻഫീൽഡിനൊരു ബിഗ് ഹാറ്റ്സ് ഓഫ്. അപ്പം നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ ഒരു റൈഡ് പോകാം, ചെറിയൊരു ഷോർട്ട് റൈഡ് പോകാം. കാരണം വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഓപ്പൺ ആയിട്ടില്ല ഇതുവരെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ട് വരാം. അപ്പം നമുക്ക് വണ്ടി കുടിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ ചെറിയൊരു ഷോർട്ട് റൈഡ് എടുത്തിട്ട് വരാം. ആ എക്സോസ്റ്റ് നോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടൂണിൻ്റെ വ്യത്യാസം, അതായത് ആ ഒരു മാപ്പിൽ വന്നേക്കുന്ന ഒരു ചേഞ്ച് നമുക്ക് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു വണ്ടി ചാടി നിൽപ്പുണ്ട്. അത്യാവശ്യം ഓഫ് റോഡ് കേപ്പബിലിറ്റി അത്യാവശ്യം ഉള്ളൊരു വണ്ടിയാണെന്ന് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ചാട്ടം ചാടുമ്പോഴത്തേക്കും വണ്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ ചാടി നിൽക്കുന്നുണ്ട്. സസ്പെൻഷനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത, അത്യാവശ്യം സ്റ്റിഫറാണ്, ബട്ട് എന്നാൽ പോലും കുഴപ്പമില്ലാത്തൊരു നല്ല സസ്പെൻഷൻ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കാം. നിങ്ങൾ ഓടിച്ചു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വണ്ടിയിൽ വന്ന ടൂണിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓടിച്ചു നോക്കണം എന്തായാലും എല്ലാവരും. വണ്ടി വളയ്ക്കാനും പിടിക്കാനും ഒക്കെ അത്യാവശ്യം എളുപ്പമാണ്. അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗിനർ ഓറിയൻറ്റഡ് ഒരു വണ്ടിയാണ്. നമ്മളിൽ പലർക്കും എടുത്ത് പുട്ടുപോലെ കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് എന്തായാലും റോയൽ എൻഫീൽഡ് ഇറങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഒരു സ്റ്റെബിലിറ്റി തന്നെ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എണ്ണം കുറഞ്ഞ ആൾക്കാർക്ക് ഒക്കെ എളുപ്പത്തിൽ തന്നെ ഈ വണ്ടി എന്തായാലും കൊണ്ടു നടക്കാൻ പറ്റും. അതിനെന്തായാലും ഉറപ്പാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെ ഞാനാണ്. ഇതൊക്കെ തന്നെയുള്ളായിരുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ബൈക്ക് റിലേറ്റഡ് കണ്ടൻസ് ആണെന്നായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.